നമ്മുടെ വ്ലോഗ് ദേ ഇന്ന് ഈ പാലപ്പത്തിൽ നിന്ന് തുടങ്ങിയാട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പൊ അപ്പത്തിയും തുടങ്ങാന്ന് വെച്ചു. തണുപ്പാണെങ്കിലും അപ്പം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈസ്റ്റ് ഇട്ട് പെട്ടെന്ന് പുളിപ്പിച്ചെടുക്കാം. ദോശ ഇഡ്ഡലിയൊക്കെയാണ് കുറച്ച് പാട്. കൂടെ ദേ നമ്മുടെ ബോൺലെസ് ചിക്കന്റെ കുറച്ച് കറിയെന്ന് വെച്ചുള്ളൂ. കാരണം കൂടെ ഞാൻ നല്ല വെള്ള വെജിറ്റബിൾ കുറുമയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പവും കുറുമയും ചിക്കനും. ക്രിസ്മസ് ന്യൂ ഇയറിന് മുന്നേ തന്നെ അതിന്റെ സ്പെഷ്യലുകൾ കാണിക്കാന്ന് വെച്ചു. പിന്നെ കേക്ക് ഞാൻ ലാസ്റ്റ് വട്ടം നല്ല വലിയൊരു കേക്ക് ഉണ്ടാക്കിയത് കാണിച്ചിരുന്നു. ഇത് ഞാൻ മഫിൻ പോലെ ഉണ്ടാക്കി വെച്ചു. വേറൊന്നുമല്ല, നമ്മുടെ ഓട്സും ശർക്കരപ്പൊടിയും പഴവും കൂടെ കൊണ്ടുണ്ടാക്കിയ ഒരു ഹെൽത്തി മഫിൻ ആയത്. ഇതിന്റെയൊക്കെ റെസിപ്പീസ് ഞാൻ ഡേ ഇൻ മൈ ലൈഫിന്റെ ലോങ് വീഡിയോ ആയിട്ട് നല്ല രീതിയിൽ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടെ. ഇന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് മെയിൻലി. അപ്പൊ അതേ ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. അത് കഴിച്ചിട്ട് അകത്ത് നല്ല സ്പഞ്ച് പോലെ ഇരിക്കുക കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ 2025 കഴിയുവാണ്. 2026 അടുത്തോട്ട് നമ്മൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, അതുപോലെ തന്നെ ഹാപ്പി ക്രിസ്മസ്. തെർമൽ ഫാമിലിയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും വക എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയറും ഹാപ്പി ക്രിസ്മസും വരാനാട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് സാന്റയുടെ തൊപ്പി വെക്കണമെന്നുണ്ടായിരുന്നു. അതെനിക്ക് കുറച്ച് ചെറുതാട്ടോ. അങ്കുൻ്റെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു, അവനേ അത് ചെറുതാ. അപ്പോൾ എൻ്റെ തലയിൽ ഒട്ടും കയറുന്നില്ല. അപ്പോൾ റെഡൊക്കെ കിട്ടുന്ന ഒരു തൊപ്പി ആകട്ടെ എന്ന് വെച്ചിട്ട് ഈ തൊപ്പി എടുത്ത് വെച്ച് തന്നെയാണ്. എനിക്ക് എന്തായാലും ഒന്ന് വിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കൊലത്തിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്ന് ഇങ്ങനെ അങ്ങ് പറയുന്നത്. എല്ലാവർക്കും അടുത്തൊരു വർഷം നല്ലൊരു വർഷം ആകട്ടെ കേട്ടോ. ക്രിസ്മസ് ഒരു സ്പെഷ്യൽ. പിന്നെ നമ്മൾ എന്ത് വാങ്ങി എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറുടെ ഒരു റൊട്ടി തവ വാങ്ങിച്ചിട്ടുണ്ട്. കുറെ നാളായിട്ട് ഞാനിത് വാങ്ങണം എന്ന് വെച്ചോണ്ടിരിക്കുക. നമ്മുടെ ഇത് അയണിന്റെ, അതായത് സാധാരണ നമ്മൾ റൊട്ടി ഉണ്ടാക്കുന്ന ഇരുമ്പിന്റെ സംഭവമാണ്. അപ്പൊ ഇതെന്തായാലും ഒന്ന് വാങ്ങാന്ന് വെച്ചാൽ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് സംഭവം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അൺബോക്സിംഗ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഒരെണ്ണം വാങ്ങിയാലോ. നമ്മുടെ ആ ഇരുമ്പിന്റെ തവയുടെ ആ പിടി ഇങ്ങനെ ഇളകി പോകുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് പാടാണ്, ഭയങ്കര ചൂടുമാവും, ഇരുമ്പല്ലേ. അപ്പൊ കൈ 2-3 വട്ടം പൊള്ളിയോണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്രാവശ്യം അങ്ങ് ഓർഡർ ചെയ്യാം. ന്യൂ ഇയറിന് മുന്നേ അല്ലെങ്കിൽ ക്രിസ്മസ് സമയത്തിന് നമ്മുടെ വീട്ടിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഹോക്കിൻസ് ഫ്യൂച്ചുറ റൊട്ടി തവ. 5 വർഷത്തെ വാറണ്ടി ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചേക്കാം. സംഭവം വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. നോൺ സ്റ്റിക്ക് പോലെ ഗ്ലാസി സെറാമിക് കോട്ടിംഗ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് എങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ചുറ്റും നോക്കുമ്പോഴേ അറിയാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വീട്ടിലുണ്ടോ? ഒരുപാട് പേരുടെ വീട്ടിലുണ്ടെന്ന് തോന്നുന്നില്ലേ ഇത്. ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് വേണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചു, ഗ്യാരണ്ടി ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാസിൽ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ഇത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിന്റെ മീതേ ഇരിക്കും. അതായത് ഇൻഡക്ഷൻ ബോട്ടവും കൂടെ ഉള്ളതാണ്. അപ്പം അഥവാ ഗ്യാസ് ഒക്കെ പെട്ടെന്ന് തീരുകയാണെങ്കിൽ നമ്മുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലോട്ട് വെച്ചിട്ടായാലും ഉണ്ടാക്കിയെടുക്കാമല്ലോ. സംഭവം കറക്റ്റ് അളവും കാര്യമൊക്കെ തന്നെ കേട്ടോ. ഗ്യാസിൽ വെച്ച് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ വെച്ചു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇനി കാണിച്ചു തരാം. നമ്മുടെ ക്രിസ്മസിന്റെ നിറങ്ങളിൽ ഒന്നായ ചുവപ്പ് കളർ ഇപ്പോൾ ഇവിടെ പ്ലംസ് ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ നമ്മുടെ ശർമാജിയുടെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ കോളിഫ്ലവറിന്റെ സീസണാണ്. ഉള്ളി കുറേ ഇരിപ്പുണ്ടായിരുന്നു, അത് കിളിച്ച് കിടക്കുക. അതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളിയൊന്നും വാങ്ങാൻ നിന്നില്ല. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പഴം, എന്താ പറയുക, ആട്ട, തൈര് അങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങിച്ചു. ഇതൊക്കെ നമ്മുടെ ക്രിസ്മസ് പൂക്കളാട്ടോ. റോസാപ്പൂക്കളും കുറച്ചൊക്കെ ഈ സമയത്ത് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ അടിച്ച് മിനിച്ച് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഇവിടെ അടുത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇല്ല, ഗ്രാമമാണ്. അതെല്ലാം ഞാൻ ലാസ്റ്റ് കുറേ വ്ലോഗുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അഥവാ ഒരു റെസ്റ്റോറൻറ്റോ കാര്യമോ വേണമെന്നുണ്ടെങ്കിൽ ഢാബാസ് ആണ്. ഈ ട്രക്കുകൾ കുറേ പോകുന്ന സ്ഥലമാണ്, ഢാബാസ് ആണ് കൂടുതലുള്ളത്. അത് ഫാമിലി ആയിട്ട് നമുക്ക് പോകാൻ അത്ര ആംബിയൻസോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നുമല്ല. ട്രക്കുകാർക്ക് പെട്ടെന്ന് വിശപ്പടക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ളതേ ഉള്ളൂ. മെനു കാർഡോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് കാണത്തില്ല, അവിടെ ഉള്ളതേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ ക്ലൈമറ്റ് ഓൾമോസ്റ്റ് ജാനുവരി പകുതി വരെ ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ, മൂടി തന്നെ കിടക്കുകയായിരിക്കും. നമ്മൾ അപ്പോൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഓരിയോയിലോട്ടാട്ടോ. നമ്മുടെ വീടിന്റെ ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിലൂടെ പോകുന്ന ആ എക്സ്പ്രസ് വേ വഴി അവിടെ ഈ ഫുഡൊക്കെ കഴിക്കുക എക്സ്പ്രസ് വേയുടെ താഴെ കാണുമല്ലോ, അങ്ങനെയുള്ള ഏരിയയിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്തുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അല്ലെങ്കിൽ ഡൽഹിയോ ഗുഡ്ഗാവോ പോകേണ്ടി വരും. അപ്പോൾ ഞാൻ അതൊക്കെ ഒരുപാട് വട്ടം കാണിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഓരിയോയിൽ എത്തിയിട്ടുണ്ട്. ഓരിയോ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അങ്കുവിൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണിത്. ഇറങ്ങി ഉടനെ അവൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ വന്നപ്പോഴേ സംഭവം വലിയ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. കുറേ കടകളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, പുതിയ കടകൾ. നമ്മളിത് അകത്തോട്ട് കയറി, അങ്കു ആദ്യം തന്നെ കയറി ഓരോ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. ഈ കടയും കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. നേരത്തെ വന്നതിനെക്കാട്ടിയും കുറച്ച് സാധനങ്ങളൊക്കെ കൂടുതൽ ഇരിക്കുന്ന കണ്ടു. പിള്ളേരുടെയൊക്കെ ടോയ്സ് ഒക്കെ വന്നൊക്കെ ഇരിക്കും. ഫുഡ് ഇവിടെ അടിപൊളിയാട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ ഓരോ റെസ്റ്റോറൻറ്റ് മെനു കാർഡ് കണ്ടോ. നമുക്ക് ആവശ്യത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ, നോർത്ത് ഇന്ത്യൻ ഫുഡുണ്ട്, കോണ്ടിനെന്റൽ ഫുഡുണ്ട്, ചൈനീസ് ഫുഡുണ്ട്. അങ്കൂന് ഇവിടുത്തെ പാസ്ത ഒത്തിരി ഇഷ്ടമാട്ടോ. വൈറ്റ് സോസ് പാസ്ത, ചിക്കൻ പാസ്ത കിട്ടും, നല്ലതാ. അതുപോലെ തന്നെ അടിപൊളി ഡോണറ്റ്സ്, കേക്ക്സ്, മാർബിൾ കേക്ക്, ബ്രൗണി, അങ്ങനെയുള്ള കുറേ കേക്ക്സും
ഫ്രൂട്ട്സ് ആൻഡ് നട്ടിന്റെ കേക്ക് കണ്ടുവരിക്കുന്നുണ്ട്. വാൾനട്ട് കേക്ക്സ്, കപ്പി കേക്ക്സ്, കുറെ വെറൈറ്റി കേക്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തായാലും നമ്മൾ പാഴ്സൽ വാങ്ങി കൊണ്ടുപോകും. നോർമലി അങ്ങനെയാണ്. ഇവിടെ വന്നാൽ ഇതിന്റെ പാഴ്സൽ ഇല്ലാതെ അങ്കു പോകത്തില്ല. പിന്നെ കുറച്ച് ടോയ്സിന്റെ ഒക്കെ കാര്യം അങ്കുവിന് ഇപ്പൊ അതിലൊന്നും വലിയ ക്രേസ് ഒക്കെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങോട്ടൊന്നും അവൻ നോക്കിയില്ല. പിന്നെ ഇത് കുൽഫി സെക്ഷൻ ആണ്. ഇത് വലിയ താല്പര്യമില്ല കേട്ടോ ഞങ്ങൾക്കാർക്കും. ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. വലിയ ഈ കുൽഫി ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഒരു വട്ടം ഒരു ഗ്രേപ്പ് കുൽഫി വാങ്ങിച്ച് കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞില്ല ഇവിടുന്ന്. കൊള്ളത്തില്ലെന്നല്ല, ഒരു മരുന്നിന്റെ ടേസ്റ്റാണ്. അപ്പോൾ ദേ ആളുകൾ പൊതിച്ചു കൂടി നിൽപ്പുണ്ട്. നമ്മളിവിടെ വന്ന് എന്താന്ന് വെച്ചാൽ പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫുഡ് വരുന്നത്. അവിടെ ആദ്യമേ ബില്ലടയ്ക്കണം. അപ്പോഴത്തേക്ക് പിന്നെ അവർ കൊണ്ടുവരും. ഇപ്പൊ അങ്കുവിന്റെ പാസ്ത വന്നിട്ടുണ്ട്. രാക്കേ പറഞ്ഞത് ഗോബി പറാട്ട, തൈര്, ബട്ടർ, അച്ചാർ, അത് അതിന്റെ കൂടെ വരുന്നതാണ്. ഞാൻ പറഞ്ഞതെന്നറിയാമോ? അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ രാക്കയുടെ പറാട്ട വന്നു, അങ്കുവിന്റെ പാസ്ത വന്നു. ഞാൻ പറഞ്ഞത് മട്ടർ കുൽച്ച. ദേ ഇതാണ് കുൽച്ച, ഇതാണ് മട്ടർ. മട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രീൻ അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അവര് വൈറ്റ് നമ്മുടെ യെല്ലോ പീസ് ഉണ്ടല്ലോ അതിന്റെ ഒരു കറിയാണ്. പക്ഷെ സംഭവം നല്ല കേട്ടോ. ഈ മട്ടർ കുൽച്ച എന്നല്ല, അതിന്റെ കൂടെ ഒരു എന്താ പറയാ, നമ്മുടെ ഗ്രീൻ ചട്നി ഇല്ലേ, തൈരും പുതിനയും മല്ലിയിലൊക്കെ കൂടെ ചേർത്ത്. ഇത് ബോൺലെസ് കടായി ചിക്കൻ ആണ് കേട്ടോ. അപ്പൊ ഇത് തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ്. രാക്കയുടെ സംഭവങ്ങൾ, ഗോബി പറാട്ട, തൈര്, അകത്ത് കണ്ടോ സ്റ്റഫ് ചെയ്ത്. ഇതൊക്കെ ഒത്തൻറ്റിക്കായിട്ട് ഇവിടെ കിട്ടുന്നതാണ്. അങ്കുവിൻ്റെ പാസ്ത ഞാൻ എല്ലാത്തിനും കുറേശ്ശെ ടേസ്റ്റ് ചെയ്തു. എൻ്റെ മട്ടർ കുൽച്ചയാണിത്. ഇതാണ് മട്ടറിൻ്റെ കറി. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി. ഇവിടെ ഒരു ഊതിൻ്റെ കട. ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മണമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഊത് കടയുടെ മണമാണ്. ഇതൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ വന്നതാണ്. പിന്നെ ഇവിടുത്തെ ബാത്റൂമിൻ്റെ കാര്യം ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട്. എന്ത് വൃത്തിയാണെന്ന് അറിയാമോ? എത്ര വർഷമായി ഞാനിവിടെ വരുന്നു, പക്ഷേ എന്ത് വൃത്തിയാണെന്നറിയാമോ ബാത്റൂം. ടോയ്ലറ്റ്സ് ഇപ്പോഴും നല്ല നീറ്റാണ്. ഇവിടെ എന്തോ മാർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വാങ്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ്റെ ഒരു കടയുണ്ട്. പിസ്സ ഹട്ടിൻ്റെ ഉണ്ട്. ഇതാണ് നമ്മളുടെ ഓറിയോ. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ചായയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചു. പുറത്ത് നല്ല സുഖമുള്ളൊരു തണുപ്പാണ്, കുറച്ച് പുകയൊക്കെ പോകുന്ന രീതിയിലുള്ളൊരു തണുപ്പാണ്. അവിടെ നിന്ന് ചായ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കുൽഫി സെക്ഷൻ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. എനിക്കത് കാണുമ്പോൾ തന്നെ എന്തോ കിടുങ്ങാൻ തുടങ്ങി. വലിയ താല്പര്യമൊന്നും ഇല്ല എനിക്കിപ്പോൾ കുൽഫിയോട്. ചായയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ജിഞ്ചർ ടീ ദേ വാങ്ങി. ഹാപ്പി ജ്യൂസ് കിട്ടില്ല, പക്ഷെ ഇപ്പോഴാണ് ഹാപ്പിയാണ്. ജ്യൂസ് തണുപ്പായിട്ട് വേണ്ട കേട്ടോ. തണുപ്പ് ജ്യൂസ് ഇല്ല എന്നല്ല, ഒരു പ്ലാസ്റ്റിക് ജ്യൂസ്. എന്തായാലും ജ്യൂസ് തണുപ്പാ. നമ്മുടെ വണ്ടി എവിടെ? അപ്പോൾ ദേ ചൂട് ചായ കുടിച്ചിട്ട് വണ്ടിയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്കൂന് ഡോണറ്റ്സും കേക്കൊക്കെ പാഴ്സലാക്കി വാങ്ങി. ദേ നമ്മുടെ ചായ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ടാട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ വന്ന് ചായയും കാര്യങ്ങളൊക്കെ കഴിച്ച് അല്ലെങ്കിൽ കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. ഈ കാലാവസ്ഥ ഇപ്പം അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. ജാനുവരി പകുതിയോടുകൂടി ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മാറും. പിന്നെ വേറൊരു വൈബായിരിക്കും. അപ്പോൾ ഈ വൈബിൽ വന്ന് ചായ കുടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സെറ്റപ്പ് എന്തായാലും ആ സമയത്ത് കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറ്റിയൊരു സ്ഥലം ഇവിടെ ഉള്ളൂ, പെട്ടെന്ന് വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.